നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യുന്നതെന്നുള്ളത് കണ്ടല്ലോ. രസം. ഈ മഴക്കാലമൊക്കെ പിടിച്ച് നല്ല ചൂട് ചോറിലേക്ക് രസമൊക്കെ ഒഴിച്ച് കഴിക്കാൻ എന്ത് രസാല്ലേ. അപ്പം നമുക്കങ്ങ് തുടങ്ങിയാലോ. ആദ്യം തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മുടെ വാളംപുളി അത് ചൂടുവെള്ളത്തിലാട്ടോ, 1 കപ്പ് ചൂടുവെള്ളത്തിൽ ഞാനങ്ങ് അവിടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി. ചൂടുവെള്ളത്തിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും. അതവിടെ കിടക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇവിടെ ഞാൻ 8 കുഞ്ഞുള്ളി, 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബ്ലാക്ക് പെപ്പർ, 1 ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. എല്ലാം കൂടെ ഒന്നിച്ച് ചതച്ചെടുക്കരുത്, എല്ലാം പലതായിട്ട് ചതച്ചെടുക്കണം. നമ്മൾ രസത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം അരിഞ്ഞ് ഇടുന്നതിനേക്കാളും ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് കടുക്, പിന്നെ അല്പം ഉലുവ, രണ്ടും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആദ്യം ചതച്ച് വെച്ച് നമ്മുടെ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനെപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായിട്ട് കാണാനും ഒക്കെ ഒന്ന് ശ്രമിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത് ഒരു കമൻറ്റും അയച്ചേക്ക്. ഓക്കെ. ഇവിടെ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പച്ചമണമൊക്കെ മാറി നമ്മളതിലേക്ക് നമ്മുടെ ഉള്ളി ചതച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്തു. ഇതിനൊരു ചെറിയൊരു കളറൊക്കെ മാറി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. ഉണക്കമുളക് ഇടുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇടണം. ഉണക്കമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിലിട്ടത്. ആദ്യം തന്നെ ആ എണ്ണയിലോട്ട് ഇട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം നന്നായി ഒന്ന് മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യണം. എനിക്കിവിടെ ഉണ്ടായിരുന്നത് ചെറിയ ടൊമാറ്റോ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 2 എടുത്തു. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വലിയ ടൊമാറ്റോ ആണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. പിന്നെ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി മൂപ്പിച്ചെടുക്കണം. ഇളക്കി നന്നായിട്ട് മൂപ്പിച്ച് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു എല്ലാത്തിനും പച്ചമണമൊക്കെ ഒന്ന് മാറി എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ബ്ലാക്ക് പെപ്പർ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ ആഡ് ചെയ്യുക കേട്ടോ. പൊടിച്ച് എടുക്കുമ്പം ഒത്തിരി അങ്ങോട്ട് പൊടിയായി പോകാതെ നമുക്കൊരു ചെറിയൊരു കടി കിട്ടാൻ പാകത്തിന് എടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി മസാല പ്രയോഗം ആരംഭിച്ചേക്കാം. ആദ്യം തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഇത്രയിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. മൂപ്പിച്ചെടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലേ പെട്ടെന്ന് എല്ലാം കരിഞ്ഞു പോകും. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. മസാലയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആദ്യം ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച നമ്മുടെ പുളിയില്ലേ, ആ പുളിയൊക്കെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞെരടി ആ പുളി നന്നായിട്ട് അരിച്ചെടുത്ത് ആ വെള്ളം കേട്ടോ നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളമൊക്കെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയും ഈ പുളിവെള്ളവും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. ഈ രസക്കൂട്ടിലേക്ക് നമ്മളിനി ഒരല്പം രുചി കൂട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് കായം. 1 ടീസ്പൂൺ കായം നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം, 250 ml കപ്പിന് 3 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലോട്ടാക്കി ഇതിന് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് പറ്റി കറക്റ്റ് പരുവാകുമ്പോഴാണ് നമ്മുടെ രസം കറക്റ്റ് രസമായിട്ട് കിട്ടുന്നത്. ഇപ്പം നന്നായിട്ട് തിളച്ച് കുറേ വെള്ളമൊക്കെ പറ്റി ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച് വറ്റി എല്ലാം നന്നായി ഒന്ന് യോജിച്ച് പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും നമ്മുടെ രസം റെഡി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ചൂട് ചോറിനോടൊപ്പം നമുക്ക് കഴിക്കാൻ നല്ല രസമായിട്ട് ഇവിടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.